ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ബീട്രൂട്ട് സിന്നമൺ സ്ക്വാഷ് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് ആണ്. അപ്പോൾ ഈ ബീട്രൂട്ട് ആയാലും സിന്നമൺ ആയാലും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, അതായത് കറുവപ്പട്ട. അപ്പോൾ കറുവപ്പട്ടയും ബീട്രൂട്ടും വെച്ചിട്ട്, പക്ഷേ ഇത് കുടിക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ടേസ്റ്റ് ആയിരിക്കില്ല. അതായത് നമുക്കിത് ബീട്രൂട്ട് വെച്ചിട്ടാണ് കറുവപ്പട്ട വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാവുകയില്ല. നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ഒരു സ്ക്വാഷ് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കലക്കി ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ബീട്രൂട്ടിൻ്റെ സ്ക്വാഷാണെന്ന് ഒരിക്കലും പറയില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കുക എന്നും അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നും നോക്കിയിട്ട് വരാം. അപ്പോൾ ബീട്രൂട്ട് സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നല്ല കളറുള്ള ബീട്രൂട്ടാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസുള്ള 2 ബീട്രൂട്ട് എടുക്കുന്നുള്ളൂ. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി വെള്ളമൊക്കെ പൊക്കിയതിന് ശേഷം നമ്മൾ ഗ്രേറ്റർ ഉണ്ടല്ലോ, എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സാധനം, അതിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ ഈ ഒരു ഹോൾസുള്ള ഗ്രേറ്റർ ആകുമ്പോൾ നമുക്ക് ജ്യൂസ് നന്നായിട്ട് കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ചെറിയ ഹോൾസുള്ളത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് എത്ര ബീട്രൂട്ടാണോ വേണ്ടത് അത് കംപ്ലീറ്റ് ഇതേപോലെ ഈ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ടൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാത്രം നമ്മൾ ചൂടാവാൻ വേണ്ടി വെക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് അതിലേക്ക് വെക്കുക. അപ്പോൾ ആദ്യമേ ചൂടാക്കണ്ട, ബീട്രൂട്ടൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഓൺ ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് കറുവപ്പട്ട ഒരു പീസാണ്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ബീട്രൂട്ടിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു കറുവപ്പട്ടൻ്റെയും അതുപോലെ തന്നെ ഇഞ്ചിൻ്റെ അളവ് കൂട്ടാട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഒരു 2-3 മിനിറ്റ് തിളച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നന്നായിട്ട് തിളച്ച് കൊണ്ടിരിക്കുമ്പം അതിനുശേഷം സ്റ്റൗ ഓഫാക്കുക. അതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. നല്ലൊരു അരിപ്പ് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ഒന്ന് അരിച്ചെടുക്കുക. അതിലുള്ള എല്ലാ ജ്യൂസും നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ സ്പാറ്റിലോ എന്തെങ്കിലും വെച്ച് പ്രസ് ചെയ്തിട്ട് അതിലുള്ള എല്ലാം സ്ക്വീസ് ചെയ്ത് കംപ്ലീറ്റ് എടുക്കുക. ഇനി ഈ ഒരു ഇതുണ്ടല്ലോ, ചണ്ടി ആയിട്ടുള്ള ഈ ബീട്രൂട്ടിൻ്റെ ഗ്രേറ്റ് ചെയ്തത്, അതിനി നമുക്ക് ഇനിയും ഒന്നുകൂടി ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട്, ഇതുവരെ തിളപ്പിച്ചെടുത്ത ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. അങ്ങനെ എപ്പോഴും ഇതിൻ്റെ വെള്ളം തെളിഞ്ഞ് കിട്ടുന്നു, അതായത് അതിൻ്റെ കളർ ഏകദേശം ഒരുപാടങ്ങ് വെള്ള കളറാവുന്ന വരെയല്ല, എന്നാലും 2-3 പ്രാവശ്യം, ഈ 2 ബീട്രൂട്ട് ഇപ്പം ഞാനൊരു 3 പ്രാവശ്യമാണ് തിളപ്പിച്ചെടുത്തത്. ഒന്നും കൂടി ഇതേപോലെ തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അരിച്ചെടുക്കുക. അങ്ങനെ കംപ്ലീറ്റും അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ആ ജ്യൂസ് നമ്മൾ വേറൊരു പാനിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കണം, കാരണം സ്ക്വാഷിനൊക്കെ പഞ്ചസാര ചേർക്കുമല്ലോ. അതേപോലെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുക. സ്ക്വാഷ് എന്ന് പറയുമ്പോൾ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്, ഇതിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കുടിക്കുക കേട്ടോ, അതിൽ വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ കുടിക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കണം കേട്ടോ. അങ്ങനെ തിളപ്പിച്ചെടുത്ത് ഒരു വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല ആ പാത്രത്തിൽ. അപ്പോൾ ഈ ഒരു സിറപ്പിന് കുറച്ചൊരു കട്ടി ഉണ്ടാവും, ഒരു സ്ക്വാഷിൻ്റെ പോലത്തെ ഒരു കട്ടി ഉണ്ടാവും. നമ്മളിതിൽ പഞ്ചസാരയും പിന്നെ അതേപോലെ ലെമൺ ജ്യൂസും ചേർത്തിട്ടുണ്ടല്ലോ. ലെമൺ ജ്യൂസ് ചേർന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കട്ടിയാവാതിരിക്കാനാണ് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുക്കുമ്പം നമുക്കൊരു ബോട്ടിലൊക്കെ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നാണ്. അതായത് നമുക്ക് ആവശ്യത്തിന് നന്നായി തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് 2-3 ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് 1 ഗ്ലാസ് സാധാരണ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ മധുരവും അതിനനുസരിച്ച് ലെമൺ ജ്യൂസും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കുടിക്കാം. ഐസ് ക്യൂബൊക്കെ ഇട്ട് കുടിക്കുക. തണുപ്പിച്ചിട്ട് കുടിക്കാം, തണുപ്പിക്കാതെയും കുടിക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നവരെ സീ യു, ബൈ ബൈ.